ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ബാത്റൂമിൻ്റെ അകത്ത് വാഷ് ബേസിനിൽ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ബ്ലോക്ക്, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മെഷർമെൻറ്റ് മാറ്റങ്ങൾ വരിക. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ക്ലോസറ്റിൻ്റെ അളവ് ഏകദേശം നിങ്ങളൊരു സപ്പോസ് ഒരു 30 സെൻറ്റിയാണെന്ന് വിചാരിക്കുക സെൻറ്റർ. പക്ഷേ നമ്മൾ ഫിനിഷിങ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അതേ ക്ലോസറ്റ് തന്നെ വച്ചിരിക്കുന്ന ക്ലോസറ്റ് നമുക്ക് വയ്ക്കാൻ പറ്റാതെ വരിക. അങ്ങനെ ചെറിയ ചെറിയ മെഷർമെൻറ്റുകളിൽ മാറ്റം വരിക. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നും അതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാക്സിമം സോൾവ് ചെയ്യാമെന്നും ഉള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ബാത്റൂമിൻ്റെ അകത്ത്, അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പൈപ്പ് ലൈൻ കാര്യങ്ങൾ ആദ്യമേ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ താഴെ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ബാത്റൂമിൻ്റെ താഴ്ത്തിയായിരിക്കും, കുറച്ചുകൂടി ഫ്ലോറിൽ നിന്ന് കുറച്ചുകൂടി താഴ്ത്തിയായിരിക്കും ബാത്റൂം ഇട്ടിരിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ വാഷ് ബേസിനിലേക്കുള്ള കണക്ഷൻസ്, അതുപോലെ തന്നെ സെപ്റ്റിക്കിൻ്റെ 4 ഇഞ്ച് പോകുന്നത്, പിന്നെ ട്രാപ്പിൻ്റെ കണക്ഷൻ, ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന രീതി നിങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇതെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫുൾ കോൺക്രീറ്റിംഗ് അല്ല, ഇവിടെ ഓൾറെഡി ഈ ലെവലിൽ തന്നെ, അതായത് ട്രാപ്പിൻ്റെ ആ സെയിം താഴെ കാണുന്ന 4 ഇഞ്ച് മൂടി പോകുന്ന രീതിയിൽ ട്രാപ്പിൻ്റെ ലെവലിൽ തന്നെ നമുക്ക് നമ്മുടെ കോൺക്രീറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ നമ്മളിങ്ങനെ ഉറപ്പിച്ചിടുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ ട്രാപ്പ് നമ്മൾ ഉറപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏകദേശം ഒരു 3 ഇഞ്ച് ഗ്യാപ്പ്, 2 സൈഡിൽ നിന്നും, ഭിത്തിയുടെ 2 സൈഡിൽ നിന്നും 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഉറപ്പിക്കാനായിട്ട്. അതല്ലെങ്കിൽ ട്രാപ്പ് മാക്സിമം നമ്മുടെ ഭിത്തിയോട് ചേർന്നിരുത്തുണ്ടെങ്കിൽ നമ്മൾ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഗ്രേറ്റിങ്സ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്ത, ടൈലിൻ്റെ ഗ്രേറ്റിങ്സ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് 3 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സ്ലോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് ചെയ്യാൻ സാധിക്കും. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ 4 ഇഞ്ച് 2 ഇഞ്ച് ട്രാപ്പ് ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ട്രാപ്പിൻ്റെ ഔട്ട് 2 ഇഞ്ച് ഔട്ടാണ് നേരെ പുറത്തേക്ക് പോയിരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് വന്നിരിക്കുന്ന 1.5 ഇഞ്ച് ഫിറ്റിങ്സുകളാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. 1.5 ഇഞ്ച് നമ്മളൊരു കോമൺ വാഷ് ബേസിന് വേണ്ടി പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു കോമൺ വാഷ് ബേസിൻ വരുന്നുണ്ട്, ഇതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. ട്രാപ്പിലൂടെയാണ് കയറിറങ്ങി പോകുന്നത്, കാരണം സ്മെല്ല് കാര്യങ്ങൾ കോമൺ വാഷ് ബേസിൽ ഇല്ലാതിരിക്കാനായിട്ട്. അതിൽ നിന്നും വീണ്ടും ഒരു ഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തുള്ള വാഷ് ബേസിനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അകത്തുള്ള വാഷ് ബേസിൻ നമ്മൾ കണക്ട് ചെയ്തു. അത് സ്ലോപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം ഈ ഹൈറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാത്ത് വരുന്ന പൈപ്പ് വരുന്നത്, അതായത് ക്ലോസറ്റിൻ്റെ വാഷ് ബേസിൻ്റെ പൈപ്പ് വരുന്നത്, 1.5 ഇഞ്ച് പൈപ്പ് വരുന്നത് ഈ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈറ്റിൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാത്റൂം മൊത്തം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ലോപ്പ് കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചെങ്കിലും ഓൾറെഡി മേസന്മാർ, അതുപോലെ തന്നെ ആളുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമില്ല. ഇതുമ്പോൾ കയറി ജസ്റ്റ് ഒന്ന് ചവിട്ടുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നഷ്ടപ്പെടും. സ്ലോപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ബേസിന് ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം അവിടെ ഫുൾ കെട്ടി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് അത് ബ്ലോക്കിങ്ങിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെയാണ് സാധാരണ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന വാഷ് ബേസിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിങ്ങിന് വിട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടേതായ രീതിയിൽ തന്നെ ട്രാപ്പ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉറപ്പിച്ചിരിക്കണം. കാരണം ട്രാപ്പിൻ്റെ അടിവശം നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം കോൺക്രീറ്റ് കറക്റ്റ് 4 സൈഡുകളിലും ഫില്ല് ചെയ്ത് ടൈറ്റ് ചെയ്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാപ്പിൻ്റെ അടിവശം എപ്പോഴും ഫ്രീ ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ട്രാപ്പിൻ്റെ അടിവശം നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ട്രാപ്പിൻ്റെ അടിവശം പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ 4 ഇഞ്ച് പൈപ്പും ഇതുപോലെ തന്നെ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ അതിൽ നിന്ന് നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഒരു ഓവർഫ്ലോ പൈപ്പ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുന്ന, ചെറിയ ലീക്ക് വരുന്ന സമയത്ത്, അതായത് ടൈലിൽ നിന്ന് വരുന്ന ലീക്ക് താഴെ വെള്ളം സ്റ്റോറാവും. ആ സ്റ്റോർ ആവുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു പൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ആ വെള്ളത്തിൻ്റെ കെട്ട് താഴെ വാർക്കയിൽ നനവായിട്ട് ഫീൽ ചെയ്യും. പിന്നീട് ഭാവിയിൽ ബാർക്കയായിട്ട് പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഇഞ്ച് പൈപ്പ് നമ്മൾ എത്രയാണോ മെഷർമെൻറ്റ്, ആ മെഷർമെൻറ്റ് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ചെയ്തതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ മെഷർമെൻറ്റ് ചേഞ്ച് ആവില്ല. അതല്ല നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് വെച്ചിട്ടാണ് പോകുന്നത്, സാഡിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ കൂടിയും നമ്മുടെ ക്ലോസറ്റ്, അതായത്
ഉറപ്പിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വൈബ്രേറ്റ് ഇടുകയോ അല്ലെങ്കിൽ ജസ്റ്റ് കുത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് ഒന്നല്ലെങ്കിൽ ഭിത്തിയോട് അടുക്കാനും അല്ലെങ്കിൽ ഭിത്തിയുടെ പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ലെവലിൽ നമ്മൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫുൾ കോൺക്രീറ്റ് ചെയ്യണ നിർബന്ധമില്ല, നമ്മുടെ പൈപ്പുകൾ ഇരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ചെറുതായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ മെഷർമെൻറ്റ് ചേഞ്ച് ആവില്ല. മെഷർമെൻറ്റ് ചേഞ്ച് ആവാത്തതിൻ്റെ ഗുണം ഏറ്റവും അവസാനം നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് നല്ലൊരു ബാത്റൂം ഫിനിഷിംഗ് ആയിട്ട് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ട്രാപ്പ് കറക്റ്റായിട്ട് ഉറപ്പിക്കണം, 1.5 ഇഞ്ച് പൈപ്പ് വേസ്റ്റ് ലൈൻ കറക്റ്റായിട്ട് സ്ലോപ്പിൽ കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന പൈപ്പുകൾ അനക്കം കിട്ടാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയാണോ മെഷർമെൻറ്റ് വെച്ചിട്ട് ക്ലിയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരിക്കലും മെഷർമെൻറ്റ് മാറാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 4 ഇഞ്ച് പൈപ്പിൻ്റെ എൻഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് നല്ലൊരു ശതമാനം, ഒരു 90% മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല ബ്ലോക്ക് കാര്യങ്ങൾ, അതായത് ഈ വാഷ് ബേസിൽ വരുന്ന ബ്ലോക്ക് നമുക്ക് മാക്സിമം ഇല്ലാതാക്കാൻ ശ്രമിക്കാനും പറ്റും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ടൈലിൻ്റെ ഗ്യാപ്പ്, ടൈൽ ഏത് ടൈലാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നാൽ തന്നെ ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്റർ ഇടയ്ക്കാണ് ടൈലിൻ്റെ ടൈൽ വരുന്നത്. ആ കനം കൂടി നമ്മൾ കണ്ടിട്ട് നമ്മൾ ക്ലോസറ്റിൻ്റെ അളവ്, അതായത് ഭിത്തിയിൽ നിന്ന് ക്ലോസറ്റിൻ്റെ സെൻറ്ററിലേക്ക് അളവ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്ത് നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ ടാപ്പിൻ്റെ, അതായത് ടാപ്പിൻ്റെ ആംഗിൾ കോക്കിൻ്റെ ഏരിയകളിലെല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് പരിക്കം വെച്ച് ടൈറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ കുറേ നാൾ കഴിയുന്ന സമയത്ത് ഈ പരിക്കൻ അവിടെ ഇല്ലെങ്കിൽ അത് ലൂസായി ആടി കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷവറിൻ്റെ ഏരിയയൊക്കെ, ഷവർ അതുപോലെ തന്നെ ഷവർ വാൽവുകൾ, ഈ ഏരിയകളിലെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇളകുന്നതായിട്ട് ചില ബാത്റൂമുകളിൽ കാണാൻ സാധിക്കും. അത് ശരിക്കും പരിക്കൻ ടൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ആ പരിക്കൻ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സുകൾ പതുക്കെ ലൂസായിട്ട് ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈറ്റ് നല്ല രീതിയിൽ ആ ഏരിയ മാത്രം ശരിക്കും പരിക്കം വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന അത്യാവശ്യം പ്രശ്നം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ടിപ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. കാരണം ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസ് ആളുകളിലേക്ക്, പുതിയ വീട് വയ്ക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഭാവിയിൽ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു ബാത്റൂം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് അതായത് കൂടുതൽ ആളിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്ക് ലൈക്ക് പ്രതീക്ഷിക്കുന്നത് മിനിമം ഒരു 500 ലൈക്സാണ്. അതുകൊണ്ട് കാണുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.